കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു സന്ദേശ് എന്നാണ് പോലീസ് പറയുന്നത്. അത് മാത്രമല്ല, ഈ ചിന്നുപാപ്പു എന്ന് പറയുന്ന രേഷ്മ ആത്മഹത്യ ചെയ്തപ്പോൾ സന്ദേശിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോഴും വലിയ മാനസിക സംഘർഷത്തിൽ തന്നെയായിരുന്നു. അങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഇയാൾക്ക് ഈ രേഷ്മയുടെ ആത്മഹത്യയുമായി ബന്ധമില്ല എന്ന് കണ്ട് രക്ഷിതാക്കളെ വിളിച്ചാണ് പറഞ്ഞേക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഒരു പ്രേമാന്ത്യം, 2 ആത്മഹത്യ, അതോടൊപ്പം 4 വയസ്സുള്ള ഒരു കുട്ടിയെ അനാഥത്വത്തിലേക്ക് തള്ളിവിട്ടു എന്നതാണ് ഏറ്റവും വേദനാജനകം. തിങ്കളാഴ്ചയാണ് രേഷ്മയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് സന്ദേശ് തന്റെ സ്വന്തം വീട്ടിൽ കിടപ്പുമുറിയിൽ തൂങ്ങി മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് സംബന്ധിച്ച് 2 ആത്മഹത്യകളിലും വിശദമായ പരിശോധന നടത്തും. പോലീസ് പ്രാഥമികമായി പറയുന്നത് കടുത്ത മാനസിക സമ്മർദ്ദം കാരണമാണ് സന്ദേശ് ആത്മഹത്യ ചെയ്തതെന്ന് തന്നെയാണ്. മറ്റ് കാര്യങ്ങളൊന്നും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രേഷ്മയുടെ മൊബൈലും അതോടൊപ്പം സന്ദേശിന്റെ മൊബൈലും നേരത്തെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇത് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടായിരുന്നു. ഈ പോലീസ് കൃത്യമായി രക്ഷിതാക്കളോട് പറഞ്ഞിരുന്നു. കാരണം ഈ സന്ദേശ് വലിയ കടുത്ത മാനസിക സംഘർഷത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു സംശയമുണ്ടായിരുന്നു, ഇത്തരത്തിൽ ഒരു പക്ഷേ ഒരു കടുങ്കൈയിലേക്ക് സന്ദേശ് പോകുമോ എന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ വിവരം രക്ഷിതാക്കളോട് പറഞ്ഞിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ്. ഇയാളെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യം തുടക്കത്തിൽ ഇവർ തമ്മിൽ സൗന്ദര്യ പിണക്കുകൾ ഉണ്ടായിരുന്നു, തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് രേഷ്മ ആത്മഹത്യ ചെയ്തതെന്ന ഒരു തരത്തിലുള്ള സംശയം പോലീസിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സന്ദേശിനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. ഒടുവിൽ സന്ദേശല്ല ഈ ഒരു കാരണം, അല്ലെങ്കിൽ രേഷ്മ ആത്മഹത്യ ചെയ്യാൻ കാരണം സന്ദേശല്ല. രേഷ്മയ്ക്ക് ഇത് കൂടാതെ വലിയ മാനസിക സംഘർഷം, കൂടുതൽ മറ്റ് അനുഭവം ഉണ്ടായിരുന്നു. കാരണം സ്വന്തം ഭർത്താവ് മറ്റൊരു യുവതിക്കൊപ്പം, അതും വിവാഹിതയായ ഒരു യുവതിക്കൊപ്പം ഒളിച്ചോടുന്ന സാഹചര്യം ഉണ്ടായത്. ഇതൊക്കെ രേഷ്മയെ സംബന്ധിച്ചിടത്തോളം വലിയ സംഘർഷാവസ്ഥ, മാനസിക സംഘർഷാവസ്ഥയിലേക്ക് അതെല്ലാം ആയിരിക്കാം ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പോലീസ്